പിതൃപുണ്യം തേടി കൊല്ലം തിരുവുല്ലവാരത്ത് ബലിയർപ്പിക്കാനെത്തിയ വിശ്വാസികൾ ഇക്കുറി മടങ്ങിയത് സംതൃപ്തിയോടെ. ഹൈക്കോടതി അനുമതിയോടെ വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ള ഹൈന്ദവ സംഘടനകളും സാംസ്കാരിക സമിതികളും പന്തലുകൾ ഒരുക്കിയതിനാൽ സൗകര്യപ്രദമായ രീതിയിൽ ബലിയിടാൻ കഴിഞ്ഞുവെന്ന് ഏവരും പറയുന്നു. വരുമാനം മാത്രം ലക്ഷ്യമാക്കിയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നീക്കം ഇത്തവണ നടന്നില്ല. അനാദിനിധനോ ദേവ ശങ്കരക്രഗദാധര അക്ഷയപുണ്ഡരീകാക്ഷ പ്രേതമുക്തിപ്രദോ ഭവ. പുലർച്ചെ മുതൽ വലിയ ഭക്തജന തിരക്കാണ് തിരുമുല്ലാവാരത്ത് അനുഭവപ്പെട്ടത്. പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് വ്രതം നോറ്റിയെത്തിയവർ ബലിയർപ്പിച്ച് സംതൃപ്തിയോടെ മടങ്ങി. എന്നാൽ കഴിഞ്ഞ തവണ ഇതായിരുന്നില്ല സ്ഥിതി. മറ്റെല്ലാ സംഘടനകളെയും മാറ്റി നിർത്തി ദേവസ്വം ബോർഡ് സ്വന്തം നിലയിലായിരുന്നു ചടങ്ങുകൾ നടത്തിയത്. എന്നാൽ ബലിതർപ്പിക്കാനെത്തിയ ഭക്തർക്ക് കണ്ണീരോടെ മടങ്ങേണ്ടി വന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ പാളി. ഇത്തവണ വീണ്ടും അത് ആവർത്തിക്കരുതെന്ന ആവശ്യവുമായി വിശ്വഹിന്ദു പരിഷത്തും ബലിതർപ്പണ ഭൂമി സംരക്ഷണ പരിപാലന ട്രസ്റ്റും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അവിടെയും ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ നടത്താമെന്നുള്ള തീരുമാനമാണ് അറിയിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ സംഭവങ്ങൾ വിലയിരുത്തിയ ഹൈക്കോടതി ദേവസ്വം ബോർഡിന്റെ നീക്കത്തിന് തടയിട്ടു. VHP ഉൾപ്പെടെ ഹൈന്ദവ സംഘടനകൾക്കും സാംസ്കാരിക സമിതികൾക്കും ചടങ്ങുകൾ നടത്താൻ അനുമതി നൽകി. അതുകൊണ്ട് തന്നെ ഇത്തവണ നിരവധി ഭക്തർ എത്തിയെങ്കിലും വിവിധ കേന്ദ്രങ്ങളിലായി ബലിതർപ്പിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയാക്കാൻ വളരെ സഹായകരമായിട്ടുണ്ട്. വിശ്വഹിന്ദു പരിഷത്ത്, ഗുരുജി സാംസ്കാരിക സമിതി, SNDP, ബലിതർപ്പണ ഭൂമി സംരക്ഷണ പരിപാലന ട്രസ്റ്റ്, ദേവസ്വം ബോർഡ് തുടങ്ങിയവർ മാത്രമല്ല 13ഓളം കർമ്മിമാർ നേതൃത്വം നൽകിയ ബലിതർപ്പണ കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. ഭക്തർക്ക് സുരക്ഷിതമായി ബലിതർപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്നത് ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷാ സംവിധാനങ്ങളും ശക്തമായിരുന്നു. ജനം, കൊല്ലം.